സർ, നമ്മുടെ സംസ്ഥാനം നേരിടുന്ന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കുന്ന നടപടികൾ, ആ നടപടികളിൽ ഒരു യഥാർത്ഥ ആത്മപരിശോധന UDF നടത്തണ്ടേ? എത്ര കണ്ട് ഈ നാടിൻ്റെ പൊതു ആവശ്യങ്ങളോടൊപ്പം നിൽക്കാൻ UDFന് കഴിഞ്ഞിട്ടുണ്ട്? നമ്മളെല്ലാവരും ജനങ്ങളെ പ്രതിനിധീകരിക്കുന്നവരാണല്ലോ. LDFൻ്റെ പിന്നിൽ അണിനിരന്ന ജനങ്ങളുണ്ട്, UDFൻ്റെ പിന്നിൽ അണിനിരന്ന ജനങ്ങളുണ്ട്. ഈ ജനങ്ങളുടെ എല്ലാവരുടെയും താല്പര്യമാണല്ലോ നമ്മുടെയും താല്പര്യമായിട്ട് വരേണ്ടത്. നമ്മുടെ നാടിനെതിരായിട്ടുള്ള നീക്കം കേന്ദ്ര ഗവൺമെൻറ് ഭാഗത്ത് നിന്ന് വരുമ്പോൾ ആ കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെയുള്ള പ്രക്ഷോഭത്തിൽ, സമരത്തിൽ നിങ്ങൾ ഏത് ഘട്ടത്തിലാണ് പങ്കാളിയായത്? എന്താണ് അങ്ങനെ പങ്കാളിത്തം വഹിക്കാനൊരു പ്രയാസം? ഇവിടെ ചില കാര്യങ്ങൾ നേരത്തെ രാവിലെയും സംസാരിക്കുമ്പോൾ നമ്മുടെ മുൻ പ്രതിപക്ഷ നേതാവും പറയുന്ന നിലയുണ്ടായി. നമ്മുടെ കേരളം രാജ്യം ശ്രദ്ധിച്ച രീതിയിലുള്ള ചില പ്രക്ഷോഭങ്ങളിലേക്ക് കടന്നതാണല്ലോ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തെറ്റായ നീക്കങ്ങൾക്കെതിരെ. അതിൽ സഹകരിക്കാൻ നിങ്ങൾ തയ്യാറായോ? തയ്യാറായില്ല എന്ന് മാത്രമല്ല, ആ ഘട്ടത്തിൽ പ്രതിപക്ഷ ദേശീയ നേതാക്കളെ ഞങ്ങൾ ക്ഷണിച്ചിരുന്നു. കോൺഗ്രസിൻ്റെ നേതാക്കൾ വരാൻ പാടില്ല എന്ന നിലപാട് നിങ്ങൾ എടുത്തില്ലേ? എന്തിനാണ് അങ്ങനെയൊരു നിലപാടെടുക്കുന്നത്? എന്താണ് നിങ്ങൾക്ക് കേരളത്തോടൊരു പ്രതിപത്തി വരാൻ കാരണം? കേരളത്തിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കലല്ലേ പ്രശ്നം? അതിൻ്റെ കൂടെയല്ലേ നിൽക്കേണ്ടത്?